എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പിൻ ചെയ്തിട്ടേക്കാം, ലിങ്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് എടുക്കാം. 2025 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ തൊഴിലാളികൾക്ക് ലേബർ കോഡ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പഠിക്കാനും വിലയിരുത്താനുമായി സംസ്ഥാന സർക്കാർ അടുത്തിടെ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് വി ഗോപാല ഗൗഡയാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ്? കേരളത്തിലെ തൊഴിലാളികൾക്ക് ലേബർ കോഡ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പഠിക്കാനും വിലയിരുത്താനുമായി സംസ്ഥാന സർക്കാർ അടുത്തിടെ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് വി ഗോപാല ഗൗഡയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായതാരാണ്? കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ സജി ഗോപിനാഥാണ്. 2025 ഡിസംബർ 20 അന്തരിച്ച പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ മലയാളിയാരാണ്? ശ്രീനിവാസനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2025 ഡിസംബർ 20 അന്തരിച്ച പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ മലയാളിയാരാണ്? ശ്രീനിവാസനാണ്. നമുക്കറിയാം, ശ്രീനിവാസനെ കുറിച്ച് അറിയാത്തതായിട്ട് നമ്മുടെ മലയാളികൾ ആരുമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജന്മസ്ഥലം വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ മണിമുഴക്കമാണ്, 1976. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ നായക വേഷത്തിൽ അഭിനയിച്ച ആദ്യ സിനിമ സംഘഗാനമാണ്, 1979. അതുപോലെ തന്നെ തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ഓടരുതമ്മാവ ആളറിയാം എന്നുള്ളതാണ്. സംവിധാനം ചെയ്ത ആദ്യ സിനിമ വടക്കു നോക്കി യന്ത്രമാണ്. അതുപോലെ തന്നെ ദേശീയ അവാർഡ് നേടിയ സിനിമ, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിയ സിനിമ ഏതാണ്? ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കാണ് കേട്ടോ. ദേശീയ അവാർഡ് നേടിയത് 1998 കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം 2025 ഡിസംബർ 20 അന്തരിച്ച പ്രശസ്ത നടൻ തിരക്കഥാകൃത്തും സംവിധായകനുമായ മലയാളിയാരാണ്? ശ്രീനിവാസൻ. ഈ മരിച്ച ഡേറ്റൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോവാം. പിന്നെ നമുക്ക് ഡിസംബർ മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? ഇലക്ഷനാണ്. അപ്പം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന തീയതികൾ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡിസംബർ 9, 11 കേട്ടോ. ഡിസംബർ 9, 11 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന തീയതികൾ എന്നൊക്കെയാണ് ഡിസംബർ 9, ഡിസംബർ 11. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും അതിനുശേഷം 11 തീയതി തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കേട്ടോ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകളിൽ 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ്? 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി ഏതാണ്? മട്ടന്നൂർ മുനിസിപ്പാലിറ്റി. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയർ എന്താണ്? ഇ ഡ്രോപ്പ് ആണ് കേട്ടോ. ഇ ഡ്രോപ്പ് പഠിച്ചു വെച്ചോളൂ. ഇ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ഡ്രോപ്പിനെ കുറിച്ച് എന്തായാലും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും മാർക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഡ്രോപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ്. എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം പറയുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയറാണ് ഈ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാനാണ് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാനാണ്. പഠിച്ചു വെച്ചോളൂ. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ഇത്രയും പോയിന്റുകൾ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചു വെച്ചോളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം
സംബന്ധിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാനാണ്. അടുത്തത് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നോട്ടയ്ക്ക് പകരം ഏർപ്പെടുത്തിയ പുതിയ ബട്ടൺ ഏതാണ്? എൻഡു ബട്ടണാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം വോട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്തപ്പോൾ നമ്മൾ നോട്ട എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടിട്ടില്ലോ. സാധാരണ നമ്മൾ നോട്ട ബട്ടൺ തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ നോട്ട ബട്ടണിന് പകരം എന്താണ്? എൻഡു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നോട്ടയ്ക്ക് പകരം ഏർപ്പെടുത്തിയ പുതിയ ബട്ടൺ ഏതാണ്? എൻഡ് ബട്ടണാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാരാണ്? ദിയ പുളിക്കക്കണ്ടമാണ് കേട്ടോ. പാലാ നഗരസഭയുടെ അധ്യക്ഷയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ തന്നെയാണ്, ഓർത്ത് വെച്ചോണം, ഇന്ത്യയിലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ ആരാണ്? ദിയ പുളിക്കക്കണ്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ ആരാണ്? ദിയ പുളിക്കക്കണ്ടമാണ്. ഏത് നഗരസഭയാണ്? പാലാ നഗരസഭയാണ്. അടുത്ത പോയിന്റ്, പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതാരാണ്? പി വിശ്വനാഥനാണ്. കൽപ്പറ്റ നഗരസഭയാണ്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, പഠിച്ചു വെച്ചോളൂ. പണിയ വിഭാഗത്തിൽ നിന്ന്, അതായത് ആദിവാസി ഗോത്ര വിഭാഗമാണ് പണിയ വിഭാഗം. അപ്പം ആ പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതാരാണ്? പി വിശ്വനാഥനാണ്. ഏത് നഗരസഭയാണ്? കൽപ്പറ്റ നഗരസഭയാണ് കേട്ടോ. കൽപ്പറ്റ നഗരസഭയാണ്. ഇനി നമുക്ക് കുറച്ച് കോർപ്പറേഷൻ, നമ്മുടെ 6 കോർപ്പറേഷൻസ് ഉണ്ടല്ലോ, അത് അവിടുത്തെ മേയർമാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാണ്? വി രാജേഷാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. കൊല്ലം കോർപ്പറേഷൻ മേയർ ആരാണ്? എ കെ ഹഫീസാണ് കൊല്ലം കോർപ്പറേഷൻ മേയർ. കൊച്ചി കോർപ്പറേഷൻ മേയർ ആരാണ്? വി കെ മിനിമോളാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവനാണ്. അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിരയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കോമൺ പോയിന്റുകളാണ്. നിലവിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ടോട്ടൽ ഇപ്പം ഡീലിമിറ്റേഷൻ പ്രകാരമൊക്കെ വന്നിട്ടുള്ളൊരു വാർഡുകളുടെ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകളുണ്ട് നിലവിൽ. അതുപോലെ തന്നെ നിലവിൽ എത്ര മുനിസിപ്പാലിറ്റികളുണ്ട്? 87 മുനിസിപ്പാലിറ്റികളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളിലായിട്ട് 3241 വാർഡുകളുണ്ട്. അതുപോലെ തന്നെ നിലവിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്? 6 കോർപ്പറേഷനുകളുണ്ട്. 6 കോർപ്പറേഷനുകളിലായിട്ട് 421 വാർഡുകൾ ഉണ്ട്. ക്ലിയർ ആണ്. തെരഞ്ഞെടുപ്പിനെ പറ്റി, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത കുറച്ച് പോയിന്റുകൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പരാമർശിച്ച ഓട്ടുരുളി നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം ഏതാണ്? മാന്നാറാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പരാമർശിച്ചിട്ടുള്ള ഓട്ടുരുളി നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം മാന്നാറാണ്. 2025 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISRO LV-M3 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 6 ആണ് കേട്ടോ. ബ്ലൂബേർഡ് 6 ആണ്, അമേരിക്കയുടെ ഉപഗ്രഹമാണ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് പഠിച്ചു വെക്കണം, 6100 കിലോഗ്രാമാണ്. 6100 കിലോഗ്രാമാണ് ഭാരമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, 2025 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISRO LV-M3 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 6 ആണ്. ഭാരം 6100 കിലോഗ്രാമാണ് വരുന്നത്. അമേരിക്കയുടെ ഉപഗ്രഹമാണ്, അമേരിക്കൻ ഉപഗ്രഹമാണ്. കാന്തശക്തി ഉപയോഗിച്ച് ഓടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാഗ്ലേവ് ട്രെയിൻ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ചൈനയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? കാന്തശക്തി ഉപയോഗിച്ച് ഓടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മാഗ്ലേവ് ട്രെയിൻ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ചൈനയാണ്. സ്കൂളുകളിൽ ദിവസവും പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സ്കൂളുകളിൽ ദിവസവും പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് നേടിയ
നേടിയത് ആരാണ്? എൽദോസ് പോളാണ്. ഐറ്റം ഏതാണ്? ട്രിപ്പിൾ ജമ്പാണ് കേട്ടോ. ട്രിപ്പിൾ ജമ്പ് താരമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് നേടിയത് ആരാണ്? എൽദോസ് പോളാണ്. ഐറ്റം ഏതാണ്? ട്രിപ്പിൾ ജമ്പാണ്. മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ സംസ്ഥാന പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഫോഡ പദ്ധതി. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ സംസ്ഥാന പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഫോഡ പദ്ധതി. ഫോഡ എന്ന് മീൻസ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. 2025 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 10 ലോക അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. അതിൻ്റെ പ്രമേയം 2025 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു പാർട്ട് 2 ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ഹൈപ്പ് ചെയ്യണം. വീഡിയോ മാക്സിമം ഒന്ന് നമ്മുടെ ക്ലാസ് ഒന്ന് മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു സപ്പോർട്ട് കൂടിയാണ്. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ റെക്കമെൻഡേഷൻ പോകുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ക്ലാസ് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് ചെയ്തേക്കാം. ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ക്ലാസ് പാർട്ട് 1 ക്ലാസ്. അതുകൊണ്ടൊന്ന് അതെല്ലാ കൂട്ടുകാരും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ക്ലാസ്സാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. വളരെ എഫേർട്ട് എടുത്താണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ളൊരു സപ്പോർട്ട് തരുക. അതുപോലെ തന്നെ പ്രിസൺ ഓഫീസറൊക്കെ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സൈക്കോളജിക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എഴുതുന്ന കൂട്ടുകാരികൾക്ക് വേണ്ടിയുള്ള അതൊക്കെ ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനായിട്ട് PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളുമായിട്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സുമായി സംബന്ധിപ്പിച്ച ക്ലാസ്സുകൾക്കുമായിട്ടൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയൊരു അപ്ഡേറ്റ്സുകൾക്കുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.